everyone, this is Dizon Hybrid Campus. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ഫർഹാന ജിബിൻ. സോ വെൽക്കം ടു അവർ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ്രൂ മാർവൽ എഴുതിയ വളരെ പ്രശസ്തമായിട്ടുള്ള കവിതയായ ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന കവിതയാണ്. അപ്പൊ കവിതയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ആൻഡ്രൂ മാർവലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആൻഡ്രൂ മാർവൽ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് പോയിറ്റ് ആയിരുന്നു, അതുപോലെ ഫിലോസഫർ ആയിരുന്നു, പൊളിറ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹം 17ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന മെറ്റാഫിസിക്കൽ പോയിറ്റ്സിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന ഈ ഒരു പോം, സെക്കൻഡ് വൺ ദ ഗാർഡൻ, ദ മോവർ പോയംസ്, ദ ഡെഫിനിഷൻ ഓഫ് ലവ്, എ ഡയലോഗ് ബിറ്റ്വീൻ ദ സോൾ ആൻഡ് ദ ബോഡി, ദ ന്യൂസ് കംപ്ലൈനിങ് ഫോർ ദ ഡെത്ത് ഓഫ് ഹെർ ഫോൺ, അപ്പോൺ അപ്പലേറ്റൻ ഹൗസ്. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ആയിട്ട് വരുന്നത്. ഇനിയും കുറെ വർക്ക്സ് ഉണ്ട്, ഞാൻ കുറച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ കവിതയുടെ സമ്മറിയിലോട്ട് പോകാം. 3 സ്റ്റാൻസയിലായിട്ടാണ് ഈ ഒരു കവിത വരുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് കവി തന്റെ മിസ്ട്രസിനോട് പറയുകയാണ്. അതും എങ്ങനെയുള്ള മിസ്ട്രസ് ആണ്? കോയ് മിസ്ട്രസ് ആണ്, അതായത് ഭയങ്കര നാണക്കാരിയായിട്ടുള്ള മിസ്ട്രസ് ആണ്. അപ്പൊ തന്റെ മിസ്ട്രസിനോട് പറയുകയാണ് എന്താണ്, ഈ ഒരു ജീവിതം അവസാനിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ്, അതായത് ഈ ഒരു ഭൂമി എന്ന് പറയുന്നതും അതുപോലെ നമ്മുടെ ജീവിതവും അവസാനിക്കില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര നേരം വേണമെങ്കിലും നിന്നെ നോക്കിയിരിക്കാം. നിന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും എനിക്ക് വർണ്ണിക്കാൻ കഴിയും, അല്ലെങ്കിൽ പ്രൈസ് ചെയ്യാൻ കഴിയും എന്നാണ് കവി പറയുന്നത്. ഇതൊക്കെ എങ്ങനെയാണെങ്കിലുള്ളൂ, നമ്മൾ എറ്റേണൽ ആണെന്നുണ്ടെങ്കിൽ മാത്രമുള്ളൂ ഉണ്ടാവുക. നമ്മൾ ഒരു ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മരണം ഉണ്ടായിരിക്കും. നമുക്ക് മരണമില്ലാത്തൊരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷങ്ങൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിന്റെ ഈ ഒരു ശരീരത്തെയും അതുപോലെ തന്നെ നിന്നെയും പ്രൈസ് ചെയ്യാം. അതായത് പിന്നീട് കവി പറയുന്നത് നിന്റെ മുഖത്തെ ഓരോ ഭാഗങ്ങളെയും എനിക്ക് വർണ്ണിക്കാമായിരുന്നു എന്നാണ് കവി പറയുന്നത്. അതായത് അതിനുള്ള ഒരു സമയവും സ്പേസും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മെല്ലെ മെല്ലെ ഓരോ ഭാഗങ്ങളെയും വർണ്ണിക്കുകയും അതുപോലെ നിന്നെ നോക്കിയിരിക്കുകയും ചെയ്യാമായിരുന്നു എന്നാണ് കവി ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസയിൽ കവി എന്താണ് പറയുന്നത് എന്ന് നോക്കാം. പക്ഷെ നമുക്ക് ടൈം ഇല്ല. ഭൂമിയിൽ ജനിച്ച ഏതൊരാൾക്കും ഏത് ജീവജാലങ്ങൾക്കും മരണം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ കവി പറയാണ് നമ്മുടെ ഈ ഒരു ലവ് എന്ന് പറയുന്നത് വെജിറ്റബിൾ ലവ് ആണ്, സ്ലോ ആയിട്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ് കവി പറയുന്നത്. കവി എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മിസ്ട്രസിനെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു സമയത്ത് മിസ്ട്രസിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് മിസ്ട്രസ് ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്താണ് ആര് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, കവി ഈ കാര്യങ്ങളൊക്കെ മിസ്ട്രസിനോട് പറയുന്നത്. നമുക്ക് ഇങ്ങനെ സ്ലോ ആയിട്ട് നടക്കാനുള്ള ഒരു സമയമൊന്നുമില്ല. നമ്മൾ ഏത് സമയവും മരിച്ചു വീഴാം. നമുക്ക് എന്ത് ചെയ്യാം, ഭൂമിയിൽ ഇപ്പോഴുള്ള ഈ ഒരു മൊമെന്റ് നമുക്ക് ആസ്വദിക്കാം എന്നാണ് കവി മിസ്ട്രസിനോട് പറയുന്നത്. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ മിസ്ട്രസ് എന്ത് ചെയ്യുന്നില്ല, അത് അംഗീകരിക്കാൻ മിസ്ട്രസിന് കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു കവി പിന്നീട് വീണ്ടും പറയുകയാണ് ഇപ്പോഴുള്ള ഈ ഒരു മൊമെന്റ് എന്ത് ചെയ്യാം, നമുക്ക് ആസ്വദിക്കാം, പിന്നീടത്തേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. മരണം എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമ്മുടെ അടുത്തേക്ക് വരാം എന്നാണ് കവി മിസ്ട്രസിനോട് പറയുന്നത്. ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത് നോക്കാം. അതായത് കവി പറയാണ് മരണത്തിന്റെ ചാരിയറ്റ്, അതായത് മരണത്തിന്റെ രഥം എൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. മരണം എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പൊ അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യാം, സഫലീകരിക്കാം എന്നാണ് കവി പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും മരണം നമ്മുടെ അടുത്തേക്ക് വരും. അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ആസ്വദിക്കാം എന്ന് കവി മിസ്ട്രസിനോട് പറയുകയാണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് സമ്മറി ആയിട്ട് ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന പോമിൽ പറയാനുള്ളത്. അതായത് കവി തന്റെ ഈ ഒരു പ്രിയതമയോട് പറയുകയാണ്, നിന്റെ വെർജിനിറ്റി ഒക്കെ നഷ്ടമാകും. അതായത് ഇപ്പൊ നീ വെർജിൻ ആണ്, ഓക്കെ, പക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ വെർജിനിറ്റി ഒക്കെ നഷ്ടമാകും. കാരണം വേംസ് ഒക്കെ നിന്റെ ആ ഒരു വെർജിനിറ്റിയെ കഴിക്കും എന്നാണ് ഈ ഒരു മിസ്ട്രസിനോട് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് കാര്യങ്ങളും എടുത്തു വെച്ചിട്ടും കാര്യമില്ല, മറിച്ച് മരണം വന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു വാല്യൂ ഇല്ലാതായി പോകും എന്നാണ് കവി പറയുന്നത്. അത് മാത്രമല്ല ഈ ഒരു ഗ്രേവിൽ വെച്ചിട്ട്, അതായത് മരിച്ചു കഴിഞ്ഞാൽ ശവകുടീരത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഒരു കാര്യങ്ങളും ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ് കവി പറയുന്നത്. ഗ്രേവ് എന്ന് പറയുന്നത് എന്തിനുള്ള സ്പേസ് അല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള അല്ലെങ്കിൽ ഈ ഒരു സെക്സിനുള്ള സ്പേസ് അല്ല ഗ്രേവ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു മിസ്ട്രസിനെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന ഈ ഒരു കവിതയിൽ പറയാനുള്ളത്. നമുക്കിനി ഈ കവിതയുടെ തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
അതായത് ടൈം ആൻഡ് മോർട്ടാലിറ്റി ആണ് ഫസ്റ്റ് തീമായിട്ട് വരുന്നത്. എന്താണ്, നമ്മൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മരണമുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിന്റെ ലിമിറ്റേഷനും അതുപോലെ തന്നെ സ്പേസിന്റെ ലിമിറ്റേഷനുമാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ഏതൊരാൾക്കും എന്തില്ല, മരണമില്ലാത്തൊരവസ്ഥയൊന്നും ഏതൊരാൾക്കുമില്ല. വല്ല ഇമാജിനറി സ്റ്റോറീസിലൊക്കെ നമ്മൾ കേൾക്കുക എന്നല്ലാതെ നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് എന്താണ്, മരണമില്ലാത്ത ഒരു കാര്യവുമില്ല, അല്ലെങ്കിൽ മരണമില്ലാത്ത ഒരു വസ്തുവുമില്ല. അപ്പൊ ഈ ഒരു ടൈം ആൻഡ് മോർട്ടാലിറ്റിയാണ് ഇതിൽ പ്രധാന തീമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് കാർപീഡിയം ആണ്. കാർപീഡിയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സീസ് ദ ഡേ ആണ്. ലിവ് ദ മൊമെന്റ് എന്ന് പറയൂലേ, നമ്മൾ ഇപ്പോഴുള്ള ഈ ഒരു മൊമെന്റ് എന്ത് ചെയ്യാം, ആസ്വദിക്കുക. നാളെ നമ്മൾ ഉണ്ടാകോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിനെ കുറിച്ച് ടെൻഷൻ ആകാതെ, അല്ലെങ്കിൽ ഭാവിയിൽ വരുന്ന കോൺസിക്വൻസിനെ കുറിച്ചിട്ട് എന്താണ് അവെയർ ആകാതെ ഇപ്പോഴത്തെ ഈ ഒരു മൊമെന്റ് ആസ്വദിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു തീമായിട്ട് ഇതിൽ വരുന്നത്. ഇനി അടുത്ത തീം ഏതാണെന്ന് നോക്കാം. ലവ് ആൻഡ് ഡിസയർ ആണ്. നമുക്ക് എന്താണ്, ഈ ഒരു കവിക്ക് നമ്മുടെ മിസ്ട്രസിനോടുള്ള ഒരു ലവ് നമുക്ക് ഈ ഒരു പോയത്തിലുടനീളം കാണാൻ കഴിയും. അതുപോലെ തന്നെ എന്താണ്, സെക്സിനുള്ള ഡിസയറും നമുക്ക് എവിടെ കാണാൻ കഴിയും, ഈ ഒരു കവിതയിൽ കാണാൻ കഴിയും. ഈ നെക്സ്റ്റ് പറയുന്നത് ഐഡിയലിസവും അതുപോലെ തന്നെ എന്താണ്, റിയാലിറ്റിയുമാണ് ഇതിൽ നെക്സ്റ്റ് തീമായിട്ട് വരുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സ്റ്റാൻസയിൽ കവി എന്ത് ചെയ്യുകയാണ്, ഇമാജിൻ ചെയ്യുകയാണ്. നമുക്ക് മരണമില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഇവിടെയുള്ള ടൈമിനും അതുപോലെ സ്പേസിനും ഒന്നും ഒരു ലിമിറ്റേഷനും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും എനിക്ക് പ്രൈസ് ചെയ്യാൻ കഴിയും. പക്ഷെ എന്താണ്, റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമോ, ഇല്ലല്ലോ. ഏതൊരാൾക്കാർക്കാണെങ്കിലും മരണമുണ്ട്. അപ്പൊ ആ മരണം എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കണം എന്നാണ് കവി പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണെങ്കിൽ, ഇത്രയൊക്കെ തീംസ് ആണ് നമ്മുടെ ടു ഹിസ് കോയ് മിസ്ട്രസിൽ വരുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. താങ്ക് യു.